കാര്യം ചോദിച്ചാ വിനുവേട്ടനത് സാധിച്ചു തരോ? സത്യോ? വിനുവേട്ടന് എന്നെ ഉപേക്ഷിക്കാമോ? എവിടെയെങ്കിലും പോയിക്കോളാം ഞാൻ. എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോ വിനുവേട്ടന്റെ ജീവിതത്തിലെ സ്വസ്ഥതയല്ലേ പോയത്? ഞാനിതൊന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് വേണ്ടി വിനുവേട്ടന് എന്തൊക്കെ കഷ്ടപ്പാടാ സഹിക്കുന്നത്. ഞാൻ പോയിക്കോട്ടെ വിനുവേട്ട, ഞാൻ വിനുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളാം. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പുറത്തൊരു ചെറിയ മുറിവാണെങ്കിലും അകത്ത് നല്ല ബ്ലീഡിങ് കാണൂല്ലേ ഡോക്ടറെ? അല്ല, കുടുംബത്തിൽ കഷ്ടകാലം വന്നാലേ ഇതൊക്കെ തന്നെ. അല്ലെ തളർന്നു കിടക്കുന്നവരെ താഴെ വീഴേണ്ട വല്ല കാര്യമുണ്ടോ? സമയദോഷം, അല്ലാതെ എന്ത് പറയാനാ? ഇതാരാ? വൈഫിന്റെ ഏട്ടനാ, മൂത്ത ആള്. പേരെങ്ങനെയാ? പ്രകാശ്. മിസ്റ്റർ പ്രകാശൻ, മുത്തശ്ശി വീണത് ഭാഗ്യദോഷമല്ല, ഭാഗ്യമായിട്ട് വേണം കരുതാൻ. തളർന്നു കിടക്കുന്ന ആൾ ഒരു കാരണവശാലും താഴേക്ക് വീഴില്ലല്ലോ. ആരും എടുത്ത് താഴേക്ക് ഇട്ടതുമല്ല. അപ്പോ അതിനർത്ഥം ശരീരം പ്രതികരിച്ചു തുടങ്ങിയെന്നല്ലേ? ഓ, സന്തോഷമായി. ഞങ്ങൾ എന്താ ഡോക്ടറെ ഇനി ചെയ്യേണ്ടത്? അലോപ്പതിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. എന്തെങ്കിലും ആയുർവേദ എണ്ണയോ തൈലമോ മറ്റോ ദേഹം മുഴുവൻ തടവുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, എനിക്കറിയാം തൈലം ഇട്ട് മസാജ് ചെയ്യാൻ. ഞാൻ ചെയ്തോളാം. ഇതെല്ലാം അറിയാവുന്ന ആള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. തൈലം ഇട്ട് തടവുന്നതൊക്കെ പകല് വേണം ചെയ്യാൻ. വളരെ സാവധാനം. അങ്ങനെ ചെയ്യാൻ ഡോക്ടർ. ജഗ, മുത്തശ്ശി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങി. ഇതൊരു ഐശ്വര്യമുള്ള ദിവസമായിട്ട് വേണം കണക്കാക്കാൻ. ഈ വീട്ടിലെ മൂത്ത ആളല്ലേ. ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അയാൾക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നണം. ഈ സമയത്ത് പേഷ്യന്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെ കൂടെ ഉണ്ടാവണം. എന്നാലേ ജീവിതത്തിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അച്ഛൻ അപ്പച്ചോട് പറഞ്ഞില്ലായിരുന്നോ? ഇത് നീ കേട്ടില്ലേ? ബിസിനസ് എന്ന്. എന്ത് ബിസിനസ്? ജഗ, നിന്റെ അച്ഛൻ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനോട് പറഞ്ഞതാ, പദ്ധതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അല്ല, അവനവനെ അറിയാവുന്ന പണി വേണം ചെയ്യാൻ. അതിന് വേണം പണം മുടക്കാൻ. അല്ലേലും മുതിർന്ന ആള് പണിയും കിണിയൊന്നും ഇല്ലാതെ നിൽക്കുമ്പോ ഒരാള് മാത്രം ബിസിനസ് തുടങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല അപ്പച്ചി. അപ്പച്ചി, ജഗൻ ബിസിനസ് തുടങ്ങിയാലും ഞാൻ തുടങ്ങിയാലും അത് ഒരുപോലെയല്ലേ അപ്പച്ചി? വിദ്യ എന്താ ചിന്തിക്കാത്തെ? എടാ, ഇവൻ തിന്നാ നിന്റെ വയർ നിറയൂ. നീ രാവിലെ 10-18 ഇഡലി കുത്തിക്കയറ്റുന്ന കണ്ടല്ലോ. അച്ഛൻ പറഞ്ഞാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇപ്പൊ ഒരു ഫാമിലി ഉണ്ട്. എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായേ പറ്റൂ.
അച്ഛൻ പറഞ്ഞത് അപ്പച്ചിയോട് എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണല്ലോ. പിന്നെന്താ അപ്പച്ചി ഇങ്ങനെ ഇപ്പൊ പറയുന്നത്? അല്ല, നീ പറയുന്നത് ശരിയാണ്. കുറിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ വീട്ടിൽ ഇതുവരെ സ്വത്തൊന്നും ഭാഗം വെച്ചിട്ടില്ലല്ലോ. ഓ, ആദ്യം ഈ സ്വത്തെല്ലാം ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം, അല്ലേ? അവനവന്റെ സ്വത്ത് വെച്ച് അവനവൻ ബിസിനസ് ചെയ്താ മതി. അത് ന്യായം. ഇക്കാര്യം അപ്പച്ചിയോട് സംസാരിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. എടാ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ വേണ്ട, ഗീതോപദേശം കേൾക്കാനൊന്നേ എനിക്കിപ്പോ സമയമില്ല. ഓ, അതിനിത് ഗീതയല്ലല്ലോ ഉപദേശിക്കുന്നത്, ആനന്ദവല്ലിയല്ലേ? അമ്മേ. എടാ ജിതേന്ദ്ര, ഓ, നീ പറഞ്ഞതുപോലെ ചുഴലിക്കാറ്റ് കേരളത്തിലെത്തിയല്ലോടാ. ആഹാ, എത്തിയല്ലേ? എങ്കി അത് അപ്പച്ചയും കൊണ്ടേ പോവും. എടി വിദ്യേ, നീ ഒട്ടി നിന്നോ. അപ്പച്ചിയുടെ കൂട്ടത്തില് നിനക്ക് ഒരുമിച്ചങ്ങ് പോവാം. അയ്യോ, എന്റെ സീരിയല്. അയ്യോ, കല്യാണി രാജ് എന്തായോ എന്തോ.